ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ലാബിലേക്ക് സ്വാഗതം. ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്. ഇവിടെ എയിം ടു അനലൈസ് ദ ചേഞ്ചസ് ഇൻ ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ അക്കോർഡിംഗ് ടു സം സ്ലൈറ്റ് ചേഞ്ചസ് ഇൻ ദ ഡെഫിനിഷൻ. ഇതിലുള്ള കൺസെപ്റ്റ് ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. ഇവിടെ 4 ആക്ടിവിറ്റിയാണ് നമുക്കുള്ളത്. അതായത് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എ. രണ്ടാമത് നമുക്കുള്ളത് എഫ് ഓഫ് എക്സ് പ്ലസ് എ. അതായത് എക്സ് പ്ലസ് എ എന്നുള്ളത് ബ്രാക്കറ്റിലാണെന്ന് മാത്രം. മറ്റൊന്ന് റിഫ്ലക്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. നാലാമത് റിഫ്ലക്ഷൻ ഓഫ് എഫ് ഓഫ് മൈനസ് എക്സ്. ഇങ്ങനെ 4 ആക്ടിവിറ്റിയാണ് ഈ ലാബ് 2 അതായത് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിലുള്ളത്. നമുക്കിവിടെ അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ. ക്രിയേറ്റ് നമ്പർ സ്ലൈഡർ എ വിത്ത് ഇൻക്രിമെൻറ്റ് 0.1. ഡോ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എ. അതിന് ചെയ്യാനുള്ളത് ജി എന്ന് പറഞ്ഞാൽ എഫ് പ്ലസ് എ ആയിട്ട് കൊടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. കൂടാതെ ആ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് മോഡുലസ് എക്സ്, എക്സ് ക്യൂബ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എക്സ്, അത്തരം കാര്യങ്ങൾ വെച്ച് ഇത് അതിൻ്റെ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്ന കാര്യം ഒന്ന് ചെക്ക് ചെയ്യുന്നു. ആദ്യമായിട്ട് നമുക്ക് ചെയ്യുന്നത് ആ ഇൻ്റർഫേസ് വെച്ച് ജിയോജിബ്രയുടെ പുതിയൊരു ഇൻ്റർഫേസ് എടുക്കുന്നു. അതിൽ തന്നെ നാം ചെയ്യുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, കഴിഞ്ഞ ലാബിൽ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഒന്നുകിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നടിക്കാം, അല്ലെങ്കിൽ വെറുതെ എക്സ് സ്ക്വയർ ഷിഫ്റ്റ് ഞെക്കി 6ൻ്റെ മുകളിലാണ് ആ നമ്പർ ഉള്ളത്. ദെൻ 2 എക്സ് സ്ക്വയർ എൻ്റർ അടിച്ചാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതായത് ഓൾജിബ്രൈക്ക് വ്യൂ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ, ഗ്രാഫിക് വ്യൂവിൽ കർവും കാണാം. ഇനി അടുത്തത് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രൊസീജിയറിൽ പറയുന്നത് ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡർ വിത്ത് ഇൻക്രിമെൻറ്റ് 0.1. ഇൻക്രിമെൻറ്റ് 0.1. അതായത് ചെയ്യാനുള്ളത് ഒരു നമ്പർ സ്ലൈഡർ വിത്ത് ഇൻക്രിമെൻറ്റ് 0.1 ഇൻക്രിമെൻറ്റ്. കൂടാതെ അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എ. അതിനിവിടെ ജി ഈക്വൽ ടു എഫ് പ്ലസ് എ എന്നടിച്ചാലും മതിയായിരിക്കും. ജി ഈക്വൽ ടു എഫ് പ്ലസ് എ, സ്മോൾ എ. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. ഇവിടെ എ 1 ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ എ മാറുന്നതിനനുസരിച്ച് കർവ് മാറിക്കൊണ്ടിരിക്കും എന്നർത്ഥം. അതായത് ഇവിടെ ഇതൊന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അതായത് ഒബ്സർവ് ഹൗ ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ സ്ലൈഡർ എ. എക്കനുസരിച്ച് എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുക. അത് വളരെ ക്ലിയർ ആണ്. ദ ഗ്രാഫ് ഷിഫ്റ്റ്സ് വെർട്ടിക്കലി എ യൂണിറ്റ്. വെർട്ടിക്കലി എ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് എന്നല്ല അർത്ഥം. എയുടെ വാല്യൂവിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കത് ക്ലിയർ ആണ്. ഇതാണ് അവിടുത്തെ ഒബ്സർവേഷൻ സംഭവിക്കുന്നത്. ഇനി ഇതേ കർവ് തന്നെ, ഇതേ പ്രോപ്പർട്ടി തന്നെ, അതായത് എഫ് എന്ന് പറഞ്ഞാൽ ജി പ്ലസ് എ, ഇതാണ് ഇവിടുത്തെ കേസ്. അത് നമുക്ക് വിവിധ ഫംഗ്ഷൻ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നു. അതായത് ഡ്രോ റഫ് സ്കെച്ച് ഓഫ് ദ ഗ്രാഫ് ഓഫ് സം ഫങ്ഷൻസ്. ഇവിടെ പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യുന്നു. അതായത് മോഡ് എക്സ്, അബ്സലൂട്ട് എക്സ്, മോഡ് എക്സ് പ്ലസ് 1 അങ്ങനെയുള്ള, അല്ലെങ്കിൽ 1/x പ്ലസ് 1 അങ്ങനെ വിവിധ ഫംഗ്ഷൻ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ എഫ് മാറാൻ വേണ്ടിയിട്ടാണ് നാം ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻപുട്ട് ബോക്സ് ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ക്യാപ്ഷൻ നമുക്ക് എഫ് ആയിട്ട് കൊടുക്കാം. ലിങ്ക് ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ആ എക്സ് സ്ക്വയർ നമുക്കൊന്ന് ഇങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ചെയ്യാനുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് 3 എന്ന ഒരു ഗ്രാഫിൻ്റെ ഒന്ന് പ്രോപ്പർട്ടി നോക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് എക്സ് പ്ലസ് 3. ഈ ഗ്രീൻ കളർ ഒന്ന് നോക്കണം, നന്നായിരിക്കും. ഗ്രീൻ കളറാണ് എക്സ് സ്ക്വയർ പ്ലസ് 3 എന്ന ഗ്രാഫ്. അതിനോടുകൂടി എയുടെ വാല്യൂ 1 കൊടുത്തപ്പോഴാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് 1.3 ആയപ്പോൾ കിട്ടിയത് എക്സ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 3 പ്ലസ് 1.3 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 4.3. ഇപ്പോൾ 4.3 ഡിസ്റ്റൻസിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇൻ ജനറൽ നമുക്കിത് പറയാനുള്ളത് ഗ്രാഫ് ഷിഫ്റ്റ്സ് വെർട്ടിക്കലി എ യൂണിറ്റ്. ഇതാണ് അവിടുത്തെ പ്രോപ്പർട്ടി ആയിട്ട് വരാനുള്ളത്. ഇനി ഇത് വിവിധ ഫംഗ്ഷൻ വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് എക്സ് സ്ക്വയർ പകരം എക്സ് ക്യൂബ് മാറ്റാം, എക്സ് ക്യൂബ് കൊടുക്കാം. അപ്പോൾ എക്സ് ക്യൂബ് കൊടുക്കാൻ ഇതേപോലെ പവർ 3 എക്സ് ക്യൂബ് കൊടുത്തു. ഇപ്പോൾ എക്സ് ക്യൂബ് കൊടുത്തപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഇത് തന്നെയാണ്.
എ യൂണിറ്റ് വെച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിവിടെ ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ. വിവിധ കർവ് വെച്ച് ടെസ്റ്റ് ചെയ്യാനാണ് ഈ ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. എന്താണ് ഈ ഭാഗത്തുനിന്ന് വരാനുള്ളത്? ഇത്രയാണ് ഈ ഭാഗത്ത് വരാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ഒരു കേസ് ചെയ്യാനുള്ളത്, രണ്ടാമത്തെ ഭാഗം പറഞ്ഞിരുന്നു. ഇവിടെ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് എ, ഇവിടെ ബ്രാക്കറ്റിനല്ല, എഫ് ഓഫ് എക്സ് കഴിഞ്ഞിട്ട് അതിലൂടെ 2 യൂണിറ്റ് കൂട്ടുകയാണ്, എ യൂണിറ്റ് ആഡ് ചെയ്യുകയാണ്. ഇനി ഇവിടെ അടുത്തത് വരുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എ ആണ്. നമുക്ക് ആ മാനുവലിൽ ഒന്നും കൂടി വിശദമായിട്ട് നോക്കാം. ബ്രാക്കറ്റ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് എ, അതൊന്ന് നോക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ ജി ഒന്ന് എഡിറ്റ് ചെയ്യാം, അതാണ് നന്നായിരിക്കുക. എഫ് ഓഫ് എക്സ് പ്ലസ് എ, അതായത് എഫ് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എഫ് നമുക്കൊന്ന് എക്സ് ക്യൂബ് ആക്കാം. എഫ് എക്സ് ക്യൂബ് ആക്കാൻ, എക്സ് സ്ക്വയർ ആക്കാൻ നമുക്ക് ഇവിടെ തന്നെ മാറ്റിയാൽ മതിയായിരിക്കും. എക്സ് സ്ക്വയർ, ഇപ്പോൾ എക്സ് സ്ക്വയർ ആയി. ഇനി നമുക്ക് ജി ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് എഫ് എന്നുള്ളതൊന്ന് മാറ്റുന്നു. എഫ് മാറ്റുമ്പോൾ ബ്രാക്കറ്റ് കൊടുത്ത്, കൂടാതെ ഈ എക്സിൻ്റെ ബ്രാക്കറ്റ് മാറ്റി സൗകര്യത്തിനനുസരിച്ച് മാറ്റുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആ റെഡ് കളറെല്ലാം മാറി എൻ്ററായിട്ട് വന്നു. ഇപ്പോൾ സൈഡിലും കൂടി ഒന്ന് നോക്കിയാൽ ക്ലിയർ ആണ്. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ ആണ്. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് ജി ഓഫ് എക്സ് എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ ആയിട്ട് മാറി എന്ന് മാത്രം. അതായത് ഇൻ ജനറൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്നർത്ഥം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആ ഫംഗ്ഷൻ ഒന്ന് മാറ്റുമ്പോൾ, സ്ലൈഡറിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം. അത് വളരെ ക്ലിയർ ആണ്. എന്താണ് അതിൻ്റെ ഒബ്സർവേഷൻ എന്നുള്ളത്? ഒബ്സർവ് ഹൗ ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു എ. സ്ലൈഡർ എക്കനുസരിച്ച് എങ്ങനെയാണ് മാറുന്നത്? ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഗ്രാഫ് ഷിഫ്റ്റ് ഹൊറിസോണ്ടലി എ യൂണിറ്റ്. നേരത്തെ വെർട്ടിക്കലായിരുന്നു, ഇപ്പോൾ ഹൊറിസോണ്ടലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഇത് എക്സ് സ്ക്വയർ, ഇതേ കാര്യം തന്നെ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 2 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 3 വെച്ച് ചെക്ക് ചെയ്യുന്നു. എക്സ് സ്ക്വയർ പ്ലസ് 3 ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്, ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് എക്സ് ക്യൂബ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നു. എക്സ് ക്യൂബ് കർവ് മാറ്റുന്നു, അതിനാണ് നാം ഇൻപുട്ട് ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും അത് ഇതാ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്, ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്. ഇത് വിവിധ ഫംഗ്ഷൻ വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത കേസ് റിഫ്ലക്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സ് എന്നുള്ളതിന് നമുക്ക് ജി ഒന്ന് എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. അതിന് മുൻപ് നമുക്ക് എക്സ് സ്ക്വയർ ആണ് നമ്മളെ ഒറിജിനൽ ഫംഗ്ഷൻ ആയിട്ട് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ വീണ്ടും പഴയ പോലെ എക്സ് സ്ക്വയർ ആക്കി മാറ്റുന്നു. ഇനി ഇവിടെ അടുത്തത് നമ്മളുടെ ഗ്രാഫ് ആക്ടിവിറ്റി 2.3ൽ റിഫ്ലക്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ജി ഓഫ് എക്സ് ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി. ജി ഓഫ് എക്സ് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ്, നമുക്കിവിടെ എ ഒന്ന് എഡിറ്റ് ചെയ്യാണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്, മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. ജി ഓഫ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആയിട്ട് മാറി, മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ആ കർവിൻ്റെ പ്രോപ്പർട്ടി ഒന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ കിട്ടുന്ന കാര്യം എന്താണ്, ഇവിടെ സംഭവിക്കുന്ന മാറ്റം, കർവിന് വരുന്ന മാറ്റം ഒന്ന് നോക്കാം. അങ്ങനെ കർവിന് വരുന്ന മാറ്റം പോസിറ്റീവ് ഭാഗമാകുമ്പോഴാണ് നമുക്കൊന്നുകൂടി ക്ലിയർ ആവുക. ഇനി രണ്ടാമത് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ആർ റിഫ്ലക്ഷൻസ് അബൌട്ട് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൻ്റെ റിഫ്ലക്ഷനാണ് ഇവിടെ വരുന്നത്. ഇവിടെ പ്രത്യേകത എക്ക് യാതൊരു റോളും ഇല്ല, അതുകൊണ്ടാണ് ഇത് മാറ്റുമ്പോൾ മാറാത്തത് എന്ന കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇനി ഈ എക്സ് സ്ക്വയറിന് പകരം നമുക്കൊന്ന് എക്സ് ക്യൂബ് ആക്കി നോക്കാം. എക്സ് ക്യൂബ് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ എക്സ് ക്യൂബ് ആണെങ്കിൽ ആ കളർ ഒന്ന് വളരെ ക്ലിയർ ആണ്. പച്ചയാണ് ഒന്ന്, മറ്റൊന്ന് റെഡാണ്. അതായത് എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബാണ്, ജി ഓഫ് എക്സ് മൈനസ് എക്സ് ക്യൂബാണ്. അതും അതെ റിഫ്ലക്ഷൻ എബൌട്ട് എക്സ് ആക്സിസ്. അപ്പോൾ ഇവിടുത്തെ പ്രോപ്പർട്ടി എന്താണ്, അവിടുത്തെ ഒബ്സർവേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് റിഫ്ലക്ഷൻ എബൌട്ട് എക്സ് ആക്സിസ്. ദെൻ
അടുത്ത കേസ് ഉള്ളത് റിഫ്ലക്ഷൻ ഓഫ് എ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് മൈനസ് എക്സ്. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് മൈനസ് എക്സ്. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് ക്യൂബ് എന്നുള്ളത് വീണ്ടും പഴയ പോലെ തന്നെ എക്സ് സ്ക്വയർ ആക്കി മാറ്റുകയാണ്. നമുക്ക് ഒരേ കർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരേ ഇൻ്റർഫേസിൽ തന്നെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഫോർ കൺവീനിയൻസ്. ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് മൈനസ് എക്സ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ചെയ്യുന്നത് ഒന്നും കൂടി ക്ലിയർ ആക്കാം. റൈറ്റ് ക്ലിക്ക് അടിച്ച് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമ്മൾ ആ ഡെഫിനിഷൻ ഒന്ന് എഡിറ്റ് ചെയ്യുന്നു. ഡെഫിനിഷൻ എഡിറ്റ് ചെയ്യുന്നത് എഫ് ഓഫ് മൈനസ് എക്സ് ആക്കി മാറ്റുന്നു. ഇവിടെ മൈനസ്. അപ്പോൾ ആ കർവിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്, ജി ഓഫ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ്. വി ഹാവ് മൈനസ് എക്സിൻ്റെ സ്ക്വയറും പ്ലസ് എക്സിൻ്റെ സ്ക്വയറും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഇവിടെ രണ്ടും ഒരേ ഫിഗർ ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് ഇവിടെ രണ്ടും ഒരേ ഫിഗർ തന്നെയാണ്. അത് രണ്ടും ഒരേ ഫിഗർ അല്ലാതിരിക്കാൻ നമുക്ക് ഫംഗ്ഷൻ ഒന്ന് മാറ്റിയാൽ മതിയായിരിക്കും. അത് എക്സ് ക്യൂബ് ആക്കിയാൽ നമുക്ക് വളരെ ക്ലിയർ ആണ്. അതായത് ഈ സമയത്ത് മനസ്സിലാവുന്നത്, അതായത് എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണെങ്കിൽ ജി ഓഫ് എക്സ് മൈനസ് എക്സ് ക്യൂബ് ആണ്. അതായത് ഇവിടുത്തെ സംഭവിക്കുന്ന കാര്യം, ഇവിടെ വരുന്ന മാറ്റം, അതായത് ഗ്രാഫ് വെർട്ടിക്കലായിട്ട് ആദ്യം മാറി, പിന്നെ ഹൊറിസോണ്ടലായിട്ട് മാറി, പിന്നെ റിഫ്ലക്ഷൻ എബൌട്ട് എക്സ് ആക്സിസ്, ദെൻ റിഫ്ലക്ഷൻ എബൌട്ട് വൈ ആക്സിസ്. ഇങ്ങനെ വിവിധ തരത്തിലാണ് നമ്മുടെ കർവ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എക്ക് റോളില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് എന്ന കാര്യം അറിയിക്കുകയാണ്. ഇത്തരം ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിൽ, ഈ രണ്ടാമത്തെ ലാബിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി അതിന് ആനിമേഷനും മറ്റു കാര്യങ്ങളും കൊടുത്താൽ ഇതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എ മാറുന്നതിനനുസരിച്ച് ഇവിടെയും മാറും എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം. ഹൊറിസോണ്ടൽ, അതുപോലെ തന്നെ വെർട്ടിക്കൽ, റിഫ്ലക്ഷൻ എബൌട്ട് എക്സ് ആക്സിസ്, റിഫ്ലക്ഷൻ എബൌട്ട് വൈ ആക്സിസ്. ഈ കാര്യങ്ങളാണ് ലാബ് 2 ചെയ്യുന്നത്. ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്.